ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ഒന്നും മിണ്ടല്ലേ ഗുണ്ടയൊന്നല്ല. ഈ ഗുണ്ടയൊന്നും മിണ്ടല്ലേ ഗുണ്ടയൊന്നും മിണ്ടല്ലേ. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അങ്ങനെ പറയില്ല, അങ്ങനെ സംസാരിക്കില്ല. അത് അൺപാർലമെന്ററി ആണ്. നിങ്ങൾ ഒരാൾ ഗുണ്ടായിസം കാണിച്ചു, കേസുണ്ടെന്ന് പറയുന്നു. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഒരാളെ ഗുണ്ടേ കള്ള എന്നൊക്കെ വിളിക്കുന്നു, വ്യത്യാസമുണ്ട് ജിൻഷാദ്. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയല്ല ഒരു ചർച്ചയിൽ പെരുമാറുണ്ട്. നിങ്ങളൊക്കെ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കളാണ്. ഭാവിയിൽ കോൺഗ്രസിന്റെയും CPM-ന്റെ ഒക്കെ നേതൃത്വം. ഞാൻ ഇതിനു മുന്നേ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഈ അജിംസിന്റെ ചർച്ചയിൽ ഉൾപ്പെടെയുണ്ട്. ഞാൻ എന്റെ ഒരു സഹ പാനലിസ്റ്റിനെയും മോശമാക്കി സംസാരിച്ചിട്ടില്ല. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഒന്നിലെ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണല്ലോ. പോലീസ് അടിക്കട്ടെ, പോലീസ് നിയമം കയ്യിലെടുക്കട്ടെ, പോലീസ് നിയമം കയ്യിലെടുത്ത് പോലീസ് ലാത്തി ചാർജ് നടത്തണ്ടേ? അയ്യോ, അത് വേണ്ട. നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാലോ. ഇത് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ, പാലക്കാടുള്ള പ്രവർത്തകരെ എറണാകുളത്ത് ഇറക്കുന്നു. എറണാകുളത്തുള്ള പ്രവർത്തകരെ ഇടുക്കിയിലിറക്കും, കണ്ണൂരുള്ള പ്രവർത്തകരെ പാലക്കാട് ഇറക്കും. ഇത് എന്തൊരു ഗുണ്ടായിസമാണ് ജിംസെ? ഇതെന്ത് ജനാധിപത്യമാണെന്ന് പറയുന്നത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. മുഖ്യമന്ത്രി കണ്ണൂര് തന്നെ ഈ പ്രക്രിയ തുടരും, എന്നിട്ട് ഒരു കൊലച്ചിരിയും. ആ ചിരി കണ്ടില്ലേ? നിന്നെ എന്റെ അടുത്തങ്ങ് കണ്ട നിന്റെ ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഇതിനു മുന്നേ ആ ചിരി കണ്ടത് TP ചന്ദ്രശേഖരനെ കൊന്നപ്പോഴാ. ഇതിനു മുന്നേ ആ ചിരി നമ്മൾ കണ്ടേക്കണത് ഷുഹൈബിന്റെ മരണ വാറന്റിൽ ഒപ്പിട്ടപ്പോഴാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇതിനു മുന്നേ ആ ചിരി കണ്ടത് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അരിയും ഷുക്കൂറിന്റെയും കൊലപാതകം നടന്നപ്പോഴാ. ആ കൊലച്ചിരിയാണ് ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്.